Good afternoon, Miss. Hello, good afternoon. Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon. Okay, തുടങ്ങാം. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മള് ഏതായിരുന്നു, ടൈം ആൻഡ് ഡിസ്റ്റൻസ് അല്ലെ? ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് എടുത്തത്. അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാ ചെയ്തത് അല്ലെ? 1-2 ഹോംവർക്ക് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നണം അല്ലേ? ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ? ആൻസേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടാകും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? വായിക്കുമോ? 3 ഉണ്ടായിരുന്നു അല്ലെ? ഓക്കെ, 3 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നേ. ആൻസർ പറയാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കട്ടെ. ആദ്യമേ ക്വസ്റ്റ്യൻ ഞാൻ തന്നിരിക്കുന്നത് മാർക്ക് ചെയ്ത് വെച്ചിട്ടാണല്ലോ ഇത്. മനസ്സിലായി. ഒരു കാറ് ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 km/h വേഗത്തിലും അടുത്ത 120 കിലോമീറ്റർ ദൂരം 20 km/h വേഗത്തിൽ സഞ്ചരിച്ചാൽ യാത്രയിലെ ശരാശരി വേഗത എത്രയാണെന്നായിരുന്നു ചോദ്യം. ആൻസേഴ്സ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നോ? തന്നിട്ടുണ്ടായിരുന്നോ? ആൻസർ ഓപ്ഷൻ ചോദിച്ചിരുന്നു എന്നോട്. പറഞ്ഞിരുന്നു. 25 km/h, 40 km/h, 24 km/h, 48 km/h. 24 km/h കിട്ടിയോ എല്ലാവർക്കും? ശരാശരി വേഗത ആണ് ചോദിച്ചിരുന്നത്. അതുകൊണ്ട് അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. 24 km/h എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. കിട്ടാത്തവരുണ്ടോ ആരെങ്കിലും? ഇവിടെ 2 യാത്രകളാണ് നടത്തിയേക്കണേ കേട്ടോ. ഒരെണ്ണം അല്ല, 2 യാത്ര. 2 യാത്രകളിലെ ശരാശരി വേഗതകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണോ നിങ്ങൾക്ക് ഇത് ഹോംവർക്കായിട്ട് തന്ന ക്വസ്റ്റ്യനാ. ഹോംവർക്കായിട്ട് തന്നതില് ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലേ ഇപ്പൊ പറഞ്ഞത്? അതെ. സംശയം ഹോംവർക്കായിട്ട് തന്നതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏത് ക്വസ്റ്റ്യനാന്നാ ചോദിക്കണേ? ക്വസ്റ്റ്യൻ നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട്. ഹോംവർക്ക് തന്നില്ലേ അതില്? കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ കയറിയില്ല. ഓക്കെ, ഹോംവർക്ക് ആയിട്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതില് ഒരെണ്ണമാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് 2 യാത്രയാണ്. അങ്ങോട്ടേക്ക് 120 കിലോമീറ്റർ. ഡിസ്റ്റൻസ് സെയിം തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റ്റൻസ് സെയിം തന്നെയാണ്. പക്ഷെ 2 യാത്രകളുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ 2 ഡിഫറെന്റ് എന്താ പറയാ, 2 സെയിം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനായിട്ട് അതിലെടുത്തിരിക്കുന്ന സ്പീഡുകളാണ് ഡിഫറെന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഒന്ന് 30 km/h, മറ്റേത് 20 km/h ആണ്. ഇങ്ങനെ നമുക്ക് തന്നിട്ട് 2 ഡിഫറെന്റ് സ്പീഡ്സ് തന്നിരിക്കുന്നു. ബട്ട് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് 2 times ആർ സെയിം. 2 പ്രാവശ്യവും ട്രാവൽ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് സെയിം ആവുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. ഏതാണ് ഇക്വേഷൻ?
2AB. എന്താ 2 വന്നതെന്നറിയാമോ? ബിക്കോസ് ദ ഡിസ്റ്റൻസ് ഫോർ ബോത്ത് പ്ലേസസ്, അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും അല്ലെങ്കിൽ രണ്ട് സ്ഥലത്തേക്കായാലും അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് സ്ഥലമായിരിക്കാം, പക്ഷെ ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് എന്ത് വന്നു? നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into AB by A plus B എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ് നമുക്ക് അത് ഉപയോഗിക്കാം. ഈ എയും ബിയും ഡിഫറെന്റ് സ്പീഡ്സ് ഗിവൺ, തന്നിരിക്കുന്ന വ്യത്യസ്ത വേഗതകളാണ് എയും ബിയും എന്ന് മനസ്സിലാക്കുക. അപ്പൊ 2 into ഏതൊക്കെയാണ് വ്യത്യസ്ത ഡിഫറെന്റ് സ്പീഡ്സ് വന്നിരിക്കുന്നത്? 2 into 20 into 30 അല്ലെങ്കിൽ 30 into 20 by 30 plus 20. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, രണ്ട് വ്യത്യസ്ത വേഗതകൾ, പക്ഷെ നമുക്ക് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം. ഇഫ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ആവറേജ് സ്പീഡ്, ശരാശരി വേഗത കണ്ടുപിടിക്കണമെങ്കിൽ 2AB by A plus B എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊടുക്കാം. അപ്പൊ 2 into 30 into 20, 2 into 30 into 20. അപ്പൊ സംഖ്യകൾ മാത്രം ഗുണിക്കുക, സീറോസ് അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. 3 into 2 6, 6 2 12, 1200 അല്ലെ? 1200 by 3 2 5. കൂട്ടാനാണ്, പ്ലസ് ആണ്, അവിടെ ഇൻറ്റു അല്ല, പ്ലസ് ആണ്. 3 2 5, 5 2 പൂജ്യം ഉണ്ടല്ലോ ആണോ? ഇൻറ്റു അല്ല, പ്ലസ് ആണ്. അപ്പൊ ഒരു പൂജ്യം ഇടാൻ പാടുള്ളൂ. 30ഉം 20ഉം കൂടി കൂട്ടി 50. ഒരു പൂജ്യം നമുക്ക് വെട്ടിക്കളയാം. ബാക്കി 120 ഡിവൈഡഡ് ബൈ 5. 120നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 5s are 10, ബാലൻസ് 2 ഉണ്ട് 4 times. 5 20 4 പ്രാവശ്യമാണ് പോകുക. സോ 24 km/h ആണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? ശരാശരി വേഗത മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ഇനി മറ്റൊന്നും ചോദിച്ചിട്ടില്ല. അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന സമയമൊന്നും നമുക്ക് ചോദിച്ചിട്ടില്ല. സമയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ സമയം കാണാനുള്ള ഇക്വേഷനിൽ കൊടുക്കുക, ടൈം കാണാനുള്ള ഇക്വേഷനിൽ കൊടുത്ത് ചെയ്യാം. പ്ലസ് ശരാശരി വേഗതയെ ചോദിച്ചിട്ടുള്ളൂ. അതായിരുന്നു ഫസ്റ്റ് ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാമോ? ഏതായിരുന്നു ക്വസ്റ്റ്യൻ? 30 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന ഒരു മിനിറ്റിൽ എത്ര ദൂരം? മനസ്സിലായി. 30 km/h വേഗത്തിൽ ഓടുന്ന ഒരു വാഹനം 1 മിനിറ്റിൽ എത്ര ദൂരം ഓടും എന്നാണ് കേട്ടാ. 30 km/h ആണ്. 1 മണിക്കൂറിൽ 30 കിലോമീറ്റർ ഓടുന്ന ഒരു വാഹനം 1 മിനിറ്റിൽ എത്ര ദൂരം ഓടും എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ഹോംവർക്കായി തന്നിരുന്നത്. നിങ്ങൾക്ക് തന്നിരുന്ന ഓപ്ഷൻസ് 500 മീറ്റർ, 3000 മീറ്റർ, 2 മീറ്റർ, 1800 മീറ്റർ എന്നിങ്ങനെയായിരുന്നു ഓപ്ഷൻസ് തന്നിരുന്നത്. ഇത് എത്രയാ? 500 മീറ്റർ. 500 മീറ്റർ എല്ലാവർക്കും കിട്ടിയോ? ഇല്ല മിസ്. 30 km/h വേഗതയിലാണ്. 1 മണിക്കൂറിലാണ് 30 km/h. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റില് അത്രയല്ലേ ഉള്ളൂ. 30 എന്ന് പറയുന്നത് 1 hourലാണ്. ഇൻറ്റു അത് 1 മിനിറ്റിൽ എന്ന് പറയുമ്പോൾ ഒന്നും ഇങ്ങനെ ഇട്ടാ കാര്യമില്ല അല്ലെ? നമുക്കറിയാം എന്താണ് ദൂരമാണ് കണ്ടുപിടിക്കുക. 1 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും? ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ ഡിസ്റ്റൻസ്? ദൂരം കാണാനുള്ള ഇക്വേഷൻ വേഗത ഇൻറ്റു സമയം. ഇഫ് യു റൈറ്റ് യൂസിംഗ് ദ ലെറ്റേഴ്സ്, നമ്മളിപ്പോ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് എഴുതുന്നതെങ്കിൽ വേഗത ഇൻറ്റു സമയം, എസ് ഇൻറ്റു ടി, സ്പീഡ് ഇൻറ്റു ടൈം, ഡി ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം, ഡിസ്റ്റൻസ് ഈക്വൽ ടു, അതായത് ഡി ഈക്വൽ ടു എസ് ഇൻറ്റു ടൈം ടി ആണ്. അപ്പൊ നമുക്ക് തന്നേക്കുന്നത് എസ് എന്ന് പറഞ്ഞാൽ ഇത് സ്പീഡ് തന്നിട്ടുണ്ട്. 1 മിനിറ്റ് തന്നേക്കണേ. സോ യു ഹാവ് ടു കൺവേർട്ട് ദാറ്റ് 1 മിനിറ്റ് ഇൻറ്റു അവർ അല്ലെ? അതിനെ നമ്മൾ അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്കറിയാം 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 ബൈ 60 ചെയ്യണം. ബൈ 60 എന്താ ബൈ 60 ചെയ്യാൻ കാരണം? 1 മണിക്കൂർ എന്ന് പറയുന്നത് 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 എന്താ പറയാ, നമുക്ക് മണിക്കൂറിലേക്ക് ആക്കുമ്പോൾ അതിന് മണിക്കൂറിലേക്ക് 1/60 എന്ന് വെച്ച് ചെയ്യേണ്ടി വരും. അപ്പൊ 30 × 1/60 0 വെട്ടി നമുക്കറിയാം 3 6 കറക്റ്റ് ആയിട്ട് പോകും. എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം. അപ്പൊ മുകളിൽ 1 മാത്രം റിമെയിൻ ചെയ്യുന്നു. 1 × 1 1 തന്നെ. ബൈ അടിയിലാണ് ഇവിടെ 2 കൊണ്ട് നമ്മൾ വെട്ടുന്നത്. അപ്പൊ 1/2 കിട്ടുന്നത് എന്താണെന്നറിയാമോ? 1/2 മീറ്റർ ആണോ കിലോമീറ്റർ ആണോ? കിലോമീറ്റർ. 1/2 കിലോമീറ്റർ എന്നാണ്. 1/2 കിലോമീറ്റർ പക്ഷെ നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് ഇല്ല. കിലോമീറ്ററിന്റെ ഒറ്റ ചോദ്യം എന്താ പറയാ ഓപ്ഷൻ നമുക്ക് തന്നിട്ടേ ഇല്ല. എല്ലാം മീറ്ററിലാണ് തന്നിരിക്കുന്നത്. സോ 1/2 കിലോമീറ്ററിനെ നിങ്ങൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. 1/2 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1 കിലോമീറ്റർ എത്രയാ? 1000 മീറ്റർ ആണ്. അപ്പൊ 1/2 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ വരും 500 മീറ്റേഴ്സ് ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അടുത്തത് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാമോ? തുടക്കം
സൈക്കിൾ ചക്രം ഒരു സൈക്കിൾ ചക്രം 10 പ്രാവശ്യം കറങ്ങുമ്പോൾ 32 മീറ്റർ ദൂരം സഞ്ചരിക്കുന്നു എങ്കിൽ 4 കിലോമീറ്റർ സഞ്ചരിക്കുന്നതിന് എത്ര പ്രാവശ്യം കറങ്ങേണ്ടി വരും എന്നാണ്. 10 പ്രാവശ്യം കറങ്ങുമ്പോഴാണ് 32 മീറ്റർ ദൂരം പോകുന്നത് എന്ന കാര്യം ഓർക്കുക. അങ്ങനെയാണെങ്കിൽ 4 കിലോമീറ്ററിന് എത്ര ദൂരം പോകും, എത്ര പ്രാവശ്യം കറങ്ങണം എന്നാണ്. നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. 125, 12,800, 1,250 പ്രാവശ്യം, 1,280 പ്രാവശ്യം. 1250 എന്ന് കുറെ പേരൊക്കെ ആൻസർ ചെയ്യുന്നുണ്ട്. 10 പ്രാവശ്യം കറങ്ങുമ്പോൾ 32 മീറ്റർ. 10 പ്രാവശ്യം കറങ്ങുമ്പോൾ 32 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 1 മീറ്ററിന് എത്ര പ്രാവശ്യം കറങ്ങേണ്ടി വരും? ഒരു മീറ്ററിന് 10/32 അല്ലേ? അതായത് ഇതൊരു എന്താ പറയാ ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമല്ല. അതായത് 10 പ്രാവശ്യം ആ സൈക്കിളിന്റെ ചക്രം കറങ്ങുമ്പോൾ നമുക്കറിയാലോ സൈക്കിളിന്റെ പ്രത്യേകത നമുക്കറിയാം. അതിങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ചക്രം റൊട്ടേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അത് മൂവും ചെയ്യുന്നുണ്ട് മുമ്പിലേക്ക് അല്ലെ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ അത് ഇത്തിരി ദൂരം സഞ്ചരിക്കുന്നുണ്ട്. വീണ്ടും അടുത്ത പ്രാവശ്യം അങ്ങനെയുള്ള സൈക്കിൾ മുന്നോട്ടേക്ക് നീങ്ങണേ അല്ലെ. സൈക്കിളിന്റെ ഒരു പ്രത്യേകത അതാണ്. അപ്പൊ അങ്ങനെ 10 പ്രാവശ്യം കറങ്ങുമ്പോൾ അത് 32 മീറ്റർ ദൂരത്തിലേക്ക് സഞ്ചരിക്കുന്നു എങ്കിൽ നിങ്ങൾ അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഇതാണ് അതിന്റെ ഒരു റേഷ്യോ. 10 പ്രാവശ്യം കറങ്ങുമ്പോൾ 32 മീറ്റർ. അങ്ങനെയാണ് നമുക്ക് 4 കിലോമീറ്റർ സഞ്ചരിക്കാൻ. 4 കിലോമീറ്റർ ആണ് നമുക്ക് തന്നേക്കണേ. ഇത് ആദ്യത്തെ തന്ന സാധനം എന്തിലായിരുന്നു? മീറ്ററിലല്ലേ തന്നിരിക്കുന്നത്? 32 മീറ്റർ ആയിരുന്നു. അപ്പൊ നമുക്ക് 4 കിലോമീറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആ 34 കിലോമീറ്ററിനെയും നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യുക, അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ ഒരു കണക്ക് ചെയ്യുമ്പോൾ എല്ലാ യൂണിറ്റുകളും ഒരേപോലെ ഉള്ളതാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. ഇപ്പൊ നമുക്ക് സെന്റിമീറ്ററിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അത് തന്നെ. ഇപ്പൊ ഒരു റെക്ടാങ്കിളിന്റെ ഒരു സൈഡ് 5 സെന്റിമീറ്റർ, മറ്റൊരു സൈഡ് തന്നിരിക്കുകയാണ് 0.5 മീറ്റർ എന്ന് തന്നേക്കാണെന്ന് വിചാരിക്കാം. മീറ്റർ. അപ്പൊ ഒരു മീറ്ററും ഒരു സെന്റിമീറ്ററും ആണ് തന്നേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഐദർ യു ഹാവ് ടു കൺവേർട്ട് ഇൻ ടു സെന്റിമീറ്റർ ഓർ മീറ്റർ. ഏതെങ്കിലും ഒരു കോമൺ എന്താ പറയുക യൂണിറ്റ് ഓഫ് മെഷർമെന്റിലേക്ക് അതിനെ മാറ്റിയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ 10 പ്രാവശ്യം കറങ്ങുമ്പോൾ 32 മീറ്റർ ദൂരം സഞ്ചരിച്ചു എന്ന് പറയുന്നു ആ സൈക്കിള്. സോ ഇഫ് യു ഹാവ് ടു മൂവ് 4 കിലോമീറ്റർ, 4 കിലോമീറ്റർ ദൂരം പോകണമെങ്കിൽ എത്ര പ്രാവശ്യം കറങ്ങണം എന്നാണ്. അപ്പൊ അത് കിലോമീറ്ററിൽ തന്നേക്കുന്നത് കൊണ്ട് നമ്മൾ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. 4 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 4 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 4,000 മീറ്റർ ആണ്. അപ്പൊ 4,000 മീറ്റർ. അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ട് ചെയ്താൽ പോരെ? 10/32 ഇൻറ്റു ഇത് 10 പ്രാവശ്യം കറങ്ങുന്നത് 32 മീറ്ററിന് അല്ലെ. അങ്ങനെയാണെങ്കിൽ 4,000 മീറ്ററിന്. അപ്പൊ ഇൻറ്റു 4,000 ഇവിടെ കൊടുക്കാം. ഓക്കെ. ഇനി വെട്ടി ചെറുതാക്കോ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണോ അതാണ് ഇതിന്റെ. വെട്ടി ചെറുതാക്കാൻ നമുക്ക് വേണമെങ്കിൽ ഇത് 8ന്റെ ടേബിളിൽ 32 പോകും, 40 പോകും. 8ന്റെ ടേബിളിൽ 32 4 പ്രാവശ്യം പോകും. 8ന്റെ ടേബിളിൽ 40 5 പ്രാവശ്യം പോകും അല്ലെ. അപ്പൊ 2 0 നമ്മൾ എടുത്തില്ല, അതുകൊണ്ട് മുകളിലേക്ക് കൊടുക്കണം. വീണ്ടും 5നെ ഈ 4നെ നമുക്ക് വെട്ടാം. 500 കൊണ്ട് വെട്ടി ചെറുതാക്കാം. 4 5 500 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 125 കിട്ടൂലേ? 4 പ്രാവശ്യം അങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ മതി. 5ന്റെ 4 ഭാഗം അതായത് 125 ആണ്. അപ്പൊ 125 നമുക്ക് 4നെയും 500നെ വെട്ടി എഴുതാം. അപ്പൊ ബാക്കി ശേഷിക്കുന്നത് ഒരു 10ഉം ഒരു 125ഉമാണ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതാണ്. സോ 10 × 125 എളുപ്പം ചെയ്യുന്ന രീതിയിൽ വേഗം അത് ക്യാൻസൽ ചെയ്ത് വെട്ടിക്കളഞ്ഞ് ചെറുതാക്കി ചെയ്യാൻ നോക്കുക. 125 × 10 1250 ടൈംസ് പ്രാവശ്യം കറങ്ങിയാലാണ് 4000 കിലോമീറ്റർ ദൂരം ആ സൈക്കിളിന് സഞ്ചരിക്കാനാവുക എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? 1250 ടൈംസ്. ഓക്കെ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഹോംവർക്കിന് തന്നിരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ തന്നെ ഒരു വേറെ വകഭേദം ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. ഏതാണ്? ടൈം ആൻഡ് വർക്ക് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ സമയവും പ്രവൃത്തിയുമാണ് കേട്ടോ. സമയവും പ്രവൃത്തിയും തമ്മിൽ ബന്ധമൊക്കെ ഉണ്ട് അല്ലെ. ഇഷ്ടംപോലെ ബന്ധമുണ്ട് സമയവും പ്രവൃത്തിയും തമ്മിൽ. നമ്മളുടെ എല്ലാ കാര്യങ്ങളും, നമ്മളുടെ ഡേ ടു ഡേ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം ചെയ്യുക. അപ്പൊ ജോലിക്ക് പോകാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ രാവിലെ ജോലിക്ക് പോകുകയും
എന്ത് കാര്യത്തിലായി പഠിക്കാൻ പോവുകയും ഒക്കെ ചെയ്യുന്നത് ഒത്തിരി കാര്യങ്ങളൊക്കെ ഒരു ഡെയിലി റൂട്ടീനിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൃത്യ സമയത്തിന് ചെയ്യുമ്പോഴാണ് കൃത്യത്തിന് എല്ലാ കാര്യവും നടക്കുള്ളൂ. അപ്പൊ ടൈം ആൻഡ് വർക്ക് ആർ റിലേറ്റഡ്, പരസ്പരം ബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പിക്കിൽ കുറച്ച് വരാവുന്ന അല്ലെങ്കിൽ സാധാരണ കാണാറുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ടൈപ്സ് ആണ് ഇവിടെ കൊണ്ടുവന്നേക്കണേ. ഇപ്പൊ നമ്മളൊരു സെയിം വർക്കാണ്, ഒരേ ജോലി തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ അപ്പൊ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഇങ്ങനെയാണ് ഇതിനകത്ത് അല്ലെ. 10 ആളുകള് ഒരു പ്രത്യേക ജോലി എന്താ പറയാ 3 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ ചെയ്തു തീർക്കുന്നു എന്ന് പറയുന്നു. 10 ആളുകൾ ഒരു പ്രത്യേക ജോലി 5 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. അങ്ങനെയാണെങ്കിൽ 8 ആളുകൾ ഈ പ്രത്യേക ജോലി ഇതേ സെയിം വർക്കാണ്, സെയിം വർക്ക് ആയിരിക്കണം, ഒരേ ജോലി തന്നെ. പർട്ടിക്കുലർ ആ ഒരു കണ്ടീഷന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അവിടെ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജോബിനെ കുറിച്ച്, 2 ഡിഫറെന്റ് ജോബ്സിനെ കുറിച്ചിട്ടല്ല പറയുകയായിരിക്കും മിക്കവാറും. അപ്പൊ അതേ ജോലി തന്നെ എത്ര ദിവസം കൊണ്ടായിരിക്കും 8 ആളുകളാണെങ്കിൽ ചെയ്തു തീർക്കുക. അങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ഏതാത് M2D2. അതെന്താ ഈ ഈക്വൽ ടു വന്നേക്കണം അവിടെ? അതിന്റെ അർത്ഥം എന്താ? M1 എന്താ, D1 എന്താ? M എന്ന് പറയുന്നത് ആളുകളുടെ എണ്ണം കേട്ടാ. M1 M2 എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെ 10 ആളുകൾ ചേർന്ന് 5 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കുന്നു എന്ന് പറയുമ്പോ ഇത് M1, ഇത് D1. മനസ്സിലായ? 10 ആളുകള്, അതായത് M1 ആളുകൾ മെൻ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ്. അതാണ് M എടുത്ത ആളുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മള് എപ്പോഴും ഒരു എന്താ പറയാ പുരുഷന്മാർക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് M ഉപയോഗിച്ചത്. W ഉപയോഗിക്കാഞ്ഞത് വേറെ കാരണം കൊണ്ട് കൂടിയുണ്ട്. W-ന് വർക്ക്, ഇത് ഇവർ ചെയ്യുന്ന വർക്ക് കൂടി വരുമ്പോൾ അത് W കൊണ്ട് ഡിനോട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അവിടെ W നമ്മൾ ഉപയോഗിക്കുന്നില്ല, പകരം സേഫ് ആയിട്ട് നമ്മളിപ്പോ M ആണ് ഉപയോഗിക്കുക. D സ്റ്റാൻഡ്സ് ഫോർ ഡേയ്സ്, എത്ര ദിവസങ്ങൾ കൊണ്ടാണോ ആ ഒരു പ്രത്യേക ജോലി ചെയ്തു തീർക്കുന്നത്, അതാണ് M1 D1. അടുത്തതില് നമുക്ക് കണ്ടുപിടിക്കാനായിരിക്കും, ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാനോ, ഒന്നുകിൽ നമുക്ക് നമ്പർ ഓഫ് മെൻ, എത്ര ആളുകൾ വേണം ആ ഒരു ഇത്ര ദിവസം കൊണ്ട് തീർക്കാൻ എന്നായിരിക്കാം, അല്ലെങ്കിൽ ഇത്ര ആളുകൾ ഉണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീർക്കും, അങ്ങനെ ആകാം, ഏത് രീതിയിലും ആകാം. അപ്പൊ ആ രണ്ടാമത് പറഞ്ഞിരിക്കുന്നതാണ് M2 D2. ഇതിലേതെങ്കിലും മിസ്സിംഗ് ആയിരിക്കും. M2 or D2 വിൽ ബി മിസ്സിംഗ്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. അതിനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് അപ്പൊ ഇനി ഇവിടെ ഒരു ഈക്വൽ സൈൻ ഉപയോഗിക്കാൻ കാരണം? M1 D1 സെയിം വർക്ക് ആയതുകൊണ്ടാണ്. അതായത് വർക്ക് സെയിം ആണ്. അത് നമ്മൾ പറഞ്ഞു. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പ്രത്യേകത ഇതാണ്, ഏറ്റവും വലിയ പ്രത്യേകത. സെയിം വർക്ക് ആയിരിക്കും ഇങ്ങനെയുള്ള ഇതിനെ ഉപയോഗിക്കുക. ഇനി വർക്ക് ഇഫ് ഇറ്റ് ഈസ് ഡിഫറൻസ്, ചെയ്യുന്ന ജോലി വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ W1 W2 എന്ന് കൊടുക്കും. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ W നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ M ഉപയോഗിച്ചത്. അപ്പം M1 D1 ഈക്വൽ ടു M2 D2 എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഈ ഒരു എന്താ പറയാ മുഴുവൻ കണക്കുകളൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അത് സെയിം വർക്ക് ആണെങ്കിൽ. ഇനി ഇപ്പൊ 2 ആൾക്കാര്, ഒരാള് ഇത്ര ദിവസം കൊണ്ട് ജോലി ചെയ്യുന്നു, മറ്റൊരാള് ഇത്ര ദിവസം കൊണ്ട് ജോലി ചെയ്യുന്നു, സെയിം വർക്ക്. ഇപ്പൊ ഒരു പർട്ടിക്കുലർ ജോബ്, ഇപ്പൊ ഒരു എന്താ പറയാ ഒരു മതില് ഫെൻസ് മതിൽ എന്താ പറയാ പെയിന്റ് ചെയ്യാന്ന് വിചാരിക്കാം. ഒരു മതിലിന്റെ പോർഷൻ കാണിച്ചു കൊടുത്തേക്കാണ്, ഇത്രയും മതില് പെയിന്റ് ചെയ്യണം. അത് 3 ആളുകൾ ചേർന്നിട്ട് ആ ഒരു മതിലിന്റെ പണി എന്താ പറയാ കുറച്ച് വലിയ മതിലാന്ന് വിചാരിച്ചോണ്ടാ 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 3 ദിവസം കൊണ്ടൊക്കെ ചെയ്തു തീർക്കാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇത് 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 3 ദിവസം കൊണ്ടൊക്കെ പണിത് തീർക്കുന്നു. മറ്റൊരാള്, ഇപ്പൊ A എന്ന് പറയുന്ന ഒരാളാണ് ഇങ്ങനെ ചെയ്യണേ. A എന്ന് പറയുന്ന ഒരാള് 3 ദിവസം കൊണ്ട് ആ പണി തീർക്കാന്ന് വിചാരിക്കാം. സോറി, ഇവിടെ ഇങ്ങനെ വേണ്ട. 3 ദിവസം കൊണ്ട് ഒരു പണി തീർക്കുന്നു. B എന്നൊരാള് വേറെ കുറച്ച് ദിവസങ്ങൾ വേറെ പറയാണ്. B എന്നൊരാളാണ് ചെയ്യുന്നതെങ്കിൽ അയാള് അതൊരു 5 ദിവസം കൊണ്ടാ തീർക്കുക എന്ന്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ഇത് 2 പേരും കൂടി ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കും? അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് അല്ലെ. അതായത് A എന്ന് പറയുന്ന ഒരാള് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരു പണി തീർക്കുന്നു. അതേ സെയിം വർക്ക് മറ്റൊരാളാണ് ചെയ്യുന്നതെങ്കിൽ B എന്ന് പറയുന്ന ഒരാളാണ്, അതേ സെയിം വർക്ക് തന്നെയാണ്, അയാൾക്ക് അത് ഇത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ കൂടുതൽ ദിവസം എടുക്കേണ്ടി വരും, ചിലപ്പോൾ കുറച്ച് ദിവസം എടുക്കേണ്ടി വരും. അവരുടെ എഫിഷ്യൻസി അനുസരിച്ചിട്ടാണ്. നമുക്ക് വർക്ക് എപ്പോഴും എഫിഷ്യൻസിയെ തന്നെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അല്ലെ. ഡേയ്സും അതുപോലെ എഫിഷ്യൻസിയും രണ്ടും വേണം. അതാലാണ് നമുക്ക് തന്നിരിക്കുന്ന സമയം മാത്രമല്ല, നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുമ്പോഴും കൂടിയാണ് എഫിഷ്യന്റ് വർക്ക്. ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ നമ്മൾ എന്താ പറയാ സ്മാർട്ടായിട്ട് അത് വർക്കും കൂടി ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, ആ ഒരു വർക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ അത്രയും ദിവസം കൊണ്ടാണ് മറ്റൊരാൾ ചെയ്തു തീർക്കുന്നത്. ഇഫ് ദേ ബോത്ത് ജോയിൻ ടുഗദർ ടു ഡു ദാറ്റ് പർട്ടിക്കുലർ ജോബ്, അവർ 2 പേരും കൂടി ഒരുമിച്ചിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ എത്ര ഡേയ്സ് എടുക്കും, ദിവസം എടുക്കും എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുമല്ലോ മറ്റൊരു ഇക്വേഷൻ. എന്തുപയോഗിക്കും? XY by X plus Y. എന്താ XY by X plus Y ആണ് അതിനുപയോഗിക്കുന്ന ഇക്വേഷൻ.
ഏതാ? എക്സ് വർക്ക്. എക്സ് വൈയും അവര് ചെയ്യുന്ന എന്താ പറയാ വർക്കുകളാണ് അല്ലെ, അവര് ചെയ്യുന്ന വർക്കുകളാണ്. അപ്പൊ എത്ര ദിവസം കൊണ്ട് ചെയ്യും രണ്ടുപേരും കൂടി ഒരുമിച്ചാൽ എന്നാണ് ചോദ്യമെങ്കിൽ എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ. ഇതിപ്പോ രണ്ടുപേരാവണമെന്ന് നിർബന്ധമൊന്നുമില്ല, 3 പേരായി കഴിഞ്ഞാലും ഇക്വേഷൻസ് അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എക്സ് വൈ സെഡ് എന്ന് പറയുന്ന 3 ആൾക്കാരുണ്ടെങ്കിൽ അത് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ അതാണ്. ഇനി ഇതുപോലെ തന്നെ തന്നിട്ട് ഒരാൾ ഒറ്റയ്ക്കാണ് ചെയ്തു തീർക്കുന്നതെങ്കിലോ, രണ്ടുപേരും കൂടി എന്താ പറയാ, ഒരാൾ ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യാന്ന് പറയുകയാണെങ്കിലോ, അപ്പൊ ഉണ്ടോ എന്തെങ്കിലും ഇക്വേഷൻ? എക്സ് വൈ ഓർ വൈ മൈനസ് എക്സ് കേട്ടോ. വൈ മൈനസ് എക്സ് എന്നും ആവാം വേണമെങ്കിൽ, അത് ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പൊ നമുക്ക് അത് അങ്ങനെയും ചെയ്യാൻ പറ്റും. ഓറാണ് കേട്ടോ അത്, ഓർ. അപ്പൊ എന്താ പറയാ, ഇത് ഒറ്റയ്ക്ക് ഒരാളാണ്, 2 പേര് കൂടി ചെയ്തിരുന്ന ഒരു ജോലി സെപ്പറേറ്റ്ലി തന്നിട്ടുണ്ട്. അവര് എന്താ പറയാ, 2 പേരും കൂടി, ഒരാൾ ഒറ്റയ്ക്കാണ് ഇതെല്ലാം കൂടി ചെയ്തു തീർക്കുന്നതെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ആണ് കൊടുക്കേണ്ടത്. എക്സ് വൈ അവർ ചെയ്യുന്ന വർക്ക് ബൈ വൈ മൈനസ് എക്സ് ഓർ എക്സ് മൈനസ് വൈ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ. തന്നിരിക്കുന്ന വാല്യൂ നോക്കിയിട്ട് വേണം. കാരണം ചിലപ്പോൾ എക്സിൽ നിന്ന് വൈ കുറച്ച് നെഗറ്റീവിലേക്ക് പോകാനായിട്ട് സാധ്യതകളുണ്ട്. അത് എടുക്കണ്ട, നെഗറ്റീവ് അല്ല, അപ്പൊ പോസിറ്റീവ് തന്നെ ആക്കി നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിനകത്ത് വരേണ്ടത്. ഇനി വർക്കും കൂടി വരുമ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ടല്ലേ, അത് പോകെ നമ്മളവിടെ ചെയ്യുന്നുണ്ട്. അവിടെ എത്തുമ്പോഴേക്കും മതിയെന്ന് തോന്നുന്നു. അപ്പൊ ഇത്രയും വെച്ചിട്ടുള്ള കണക്കുകൾ അല്ലെങ്കിൽ ചിലപ്പോൾ കണക്ക് ചെയ്ത് എത്തില്ല അവിടം വരെ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ സിമ്പിൾ ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചെയ്യും വേഗം വേഗം. ഇഫ് എ വർക്ക് മിസ് ഇതിന്റെ നോട്ട് ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ലല്ലോ. ആർക്കും കിട്ടിയില്ലെന്നാണോ? കിട്ടിയിട്ടുണ്ട്. ആ ഇട്ടിട്ടുണ്ട് കേട്ടാ. അതായത് ഇത് ഇപ്പൊ ചോദിച്ച ആൾക്കാർ പുതിയവരാണോ? ഒരാഴ്ചയായി ജോയിൻ ചെയ്തിട്ട് ക്ലാസ്സിന്. അപ്പൊ കഴിഞ്ഞ നമ്മള് എന്താ പറയാ, ഒരാഴ്ച മീൻസ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ്. അപ്പൊ വെള്ളിയാഴ്ചയും ബുധനാഴ്ച ക്ലാസ്സിലൊന്നും കയറിയില്ലേ? അന്ന് കയറി, പക്ഷെ അതിന് ശേഷമാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായത്. മാഡത്തിന്റെ ക്ലാസ് കഴിഞ്ഞ ശേഷമാണ് എനിക്ക് കിട്ടിയത്. ക്ലാസ് കഴിയുമ്പോ കിട്ടുന്നത് ഇതിന്റെ സൊല്യൂഷൻസ് അല്ലേ? ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോ ഇടുന്നത്. ഇപ്പൊ ഇന്ന് ക്ലാസ് കഴിഞ്ഞാൽ ഇതിന്റെ സൊല്യൂഷൻസ് ആണ് നാളെ തരണേ. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഇന്നലെ തരും. ഞാൻ ഇപ്പം കൂടി നോക്കി, ഇന്നും കൂടി നോക്കി, ഇപ്പം കൂടി നോക്കി, ഞാൻ കണ്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. ഇട്ടിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഇട്ടിട്ടുണ്ട്. പറയോ? ഓ, ഗ്രൂപ്പ് നമ്പർ ഒന്ന് പറയോ? നിങ്ങൾക്ക് എന്തോ ഒരു ഗ്രൂപ്പ് നമ്പർ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ദീപ്തിയുടെ ഗ്രൂപ്പ് നമ്പർ എത്രയാ? ഗ്രൂപ്പ് നമ്പർ അങ്ങനെ പറഞ്ഞിട്ട് അതറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അറിയില്ല അല്ലെ? ഇല്ല. അപ്പൊ കഴിഞ്ഞ ആഴ്ച ജോയിൻ ചെയ്ത ആളാണല്ലേ പറയാ ഞാൻ. വേറെ ആരാ പറഞ്ഞത്? വേറെ ആരും കുറച്ചു പേര് പറഞ്ഞല്ലോ. അനിത അങ്ങാണ്ട് പറഞ്ഞു തോന്നണം. കിട്ടിയില്ല എന്ന് ക്വസ്റ്റ്യൻ കിട്ടിയില്ല. ഇയാൾ മാത്രമുള്ള ഞാൻ അവിടെ പറയാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് എ വർക്ക് ഈസ് കംപ്ലീറ്റഡ് ബൈ 20 persons in 6 days, how many days will it take to complete by 8 persons? ഒരു ജോലി 20 ആളുകൾ 6 ദിവസങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കുന്നെങ്കിൽ ഇതേ ജോലി 8 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്നായിരുന്നു ക്വസ്റ്റ്യൻ. If a work is completed by 20 persons in 6 days, how many days will it take to complete by 8 persons? നിങ്ങളുടെ ഓപ്ഷൻസ് 40, 30, 15, 48 എന്നാണ്. 15. ഓക്കെ, 15. ആൻസർ കിട്ടാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പറയണം കേട്ടാ, എന്നാലേ എനിക്കത് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ല മിസ്. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തില്ലേ? ഇല്ല. മലയാളത്തിൽ പറഞ്ഞാൽ മതിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയാം? ഏതെങ്കിലും ഒരെണ്ണം പറയാം, അല്ലെങ്കിൽ രണ്ടും പറഞ്ഞു വരുമ്പോ 20 ആളുകൾ 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി 8 ആളുകൾ എത്ര ദിവസം കൊണ്ട് തീർക്കും? 20 ആളുകൾ 6 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 8 ആളുകൾ എത്ര ദിവസം കൊണ്ട് തീർക്കും? നോട്ടാക്കി എഴുതാ കേട്ടോ ഒന്ന്. ഓക്കെ, 15 കിട്ടിയല്ലോ.
അപ്പൊ എല്ലാവർക്കും അത് ആൻസർ കിട്ടിയതാണ് അതിന്റെ അർത്ഥം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. രാമു ടേക്സ് 6 days to complete a work. The same work is done by Rama in 8 days. If both do this work together, how many days are needed? രാമു ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ഇതേ ജോലി രമ 8 ദിവസം കൊണ്ട് തീർക്കും. രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് ജോലി തീരും? അതാണ് ചോദ്യം. രാമു 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും ഒരു ജോലി, രമ 8 ദിവസം കൊണ്ട് തീർക്കും. രണ്ടുപേരും ചേർന്നാണ് ഈ ജോലി ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻസ് പറയാം. 4, 4, 3/7, 3, 3/7 ആൻഡ് 3. ഇങ്ങനെയാണ് ആൻസേഴ്സ് തന്നിരിക്കുന്നത്. 3, 3/7. 3/7. അതൊന്ന് പറഞ്ഞില്ലേ മിസ്സേ? ഒറ്റയ്ക്ക് ഒരുമിച്ച് രണ്ടുപേര് വ്യത്യസ്തമായിട്ടാണ് ജോലി ചെയ്തിരിക്കുന്നത്. രാമു എന്ന് പറയുന്ന ആള് എത്ര ദിവസം കൊണ്ടാണ് തീർക്കുന്നത്? 6 ദിവസം കൊണ്ട്. 6 ദിവസം ചെയ്യുന്ന ജോലി രമ എന്ന് പറയുന്ന ആള് 8 days എടുത്തിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇഫ് ബോത്ത് ജോയിൻ, രണ്ടുപേരും കൂടി ഒരുമിച്ച് ഈ ഒരു ജോലി ചെയ്താൽ, ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരു ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുമിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഇക്വേഷൻ പറഞ്ഞല്ലോ, XY by X plus Y ആണ്. ആളുകളുടെ പേരുകൾക്കൊന്നും ഇവിടെ പ്രാധാന്യമില്ല. ഇവിടെ തന്നിരിക്കുന്ന X Y എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന ജോലികളാണ്. അപ്പൊ അതുകൊണ്ട് 6ഉം 8ഉം ആണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പൊ 6 × 8 by 6 plus 8. 6ഉം 8ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 6 × 8 6 8s are 48 അല്ലെ? 48 by 14, 18, 48 by 14. 48നെ 14 കൊണ്ട് ഹരിക്കാം. 48 by 14 എന്ന് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇല്ല. 4, 4, 3/7, 3, 3/7, 3 എന്നൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ 48നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് കേട്ടോ. 48നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അറിയോ? ഇങ്ങനെ 14 ഇവിടെ സൈഡിൽ എഴുതണം. 14 കൃത്യമായിട്ട് പോവില്ല, കംപ്ലീറ്റ് ആയിട്ട് പോവില്ല, 3 പ്രാവശ്യം പോകുള്ളൂ. 3, 14 ഈസ് 42. 3 × 14 42 ആണ്. 42 ഗുണിച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് കുറച്ച് കഴിഞ്ഞാൽ 48ന്ന് 42 കുറച്ച് കഴിഞ്ഞാൽ 6 കിട്ടും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ ഇത് ഇങ്ങനെയാ വരിക കേട്ടോ. 3 ഈ മുകളിൽ കിട്ടിയ ആൻസർ അത് ആദ്യം എടുത്ത് എഴുതണം. 6/14 എന്ന് കിട്ടും. 3 6/14 എന്ന് കിട്ടും. പക്ഷെ അത് നമുക്ക് തന്നിരിക്കുന്ന ആൻസറിനകത്തില്ല, ഓപ്ഷൻസിനകത്തില്ല. 4 3/7, 3 3/7 ആൻഡ് 3. ഇതാണ് 3 ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതില്ലാത്ത സ്ഥിതിക്ക് അപ്പൊ ഇവിടെ എന്തോ ഇനിയും നമുക്ക് കറക്ഷൻസ് വരുത്താനുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് ഇതിനെ ഒന്നും കൂടി ചെറുതാക്കാൻ പറ്റും. എന്താണെന്നറിയാമോ? 6/14 എന്ന് പറയുന്ന ആ ഫ്രാക്ഷനെ വീണ്ടും നമുക്ക് ഒരു ലോവസ്റ്റ് ടേമിലേക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും ഒരു മിക്സഡ് ഫ്രാക്ഷൻ എഴുതുമ്പോൾ ആ മിക്സഡ് ഫ്രാക്ഷനിലെ ആ ഫ്രാക്ഷന്റെ പാർട്ട് ഏറ്റവും ലോവസ്റ്റ് ടേമിലേക്ക് തന്നെ വേണം എഴുതാനായിട്ട്. അല്ലാതെ എഴുതാൻ പറ്റില്ല. ഇപ്പൊ 1, 2/4 അങ്ങനെ എഴുതാൻ പാടില്ല. 1, 2/4 വീണ്ടും ചെറുതാക്കാം, 1/2 ആകും. അപ്പൊ 1/2 അങ്ങനെ എഴുതാൻ പാടുള്ളൂ. മിക്സഡ് ഫ്രാക്ഷൻ എപ്പോഴും ഒരു 2 പാർട്ടായിട്ടാണ്. ഒരു ഹോൾ നമ്പർ ഉണ്ടായിരിക്കും, ഒരു ഫ്രാക്ഷൻ പാർട്ട് ഉണ്ടായിരിക്കും. അതിന് ഹോൾ നമ്പർ അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. ആ ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുന്നത് നമ്മളൊന്ന് ചെറുതാക്കേണ്ടി വരും. അപ്പൊ ഈ 3 നമ്മൾ അങ്ങനെ തന്നെ 3 ആയിട്ട് എടുത്ത് എഴുതി. 6/14 നമ്മളൊന്നുകൂടി ലോവസ്റ്റ് സിമ്പിൾ ടേംസിലേക്ക് ആക്കണം. 6ലും 14ലും കോമൺ ആയിട്ട് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 6നെയും 14നെയും 2. 3 ഉണ്ടാ? 2 ഉണ്ടല്ലേ? 2 ഉണ്ട്. 2 6ല് എന്താ പറയാ 3 പ്രാവശ്യം പോകും, 3 എഴുതണം. മുകളില് 2 14ല് 7 പ്രാവശ്യം പോകും, 7 അടിയിൽ എഴുതണം. അപ്പൊ 3 3/7. ഇതാണ് ആൻസർ വരിക. 3 3/7. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്തോ. 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. 12 days are needed for 6 people to complete a job. Then how many days are needed for 4 men to complete the same? 6 പേർക്ക് ഒരു ജോലി തീർക്കാൻ 12 ദിവസം വേണം. 6 പേർക്ക് ഒരു ജോലി തീർക്കാൻ 12 ദിവസം വേണം എങ്കിൽ 4 പേർ എത്ര ദിവസം കൊണ്ട് ഈ ജോലി ചെയ്തു തീർക്കും? എങ്കിൽ 4 പേർ എത്ര ദിവസം കൊണ്ട് ഈ ജോലി ചെയ്തു തീർക്കും? ഓപ്ഷൻസ് പറയാം. 18, 19, 20, 21. 18.
18 കിട്ടിയോ എല്ലാവർക്കും ആൻസർ? യെസ്. ഒന്ന് പറയാമോ? പറയാം മിനിറ്റ്. ഓക്കെ, എന്തായിരുന്നു ചോദിച്ചേ? അതായത് 6 പേർ ചേർന്ന് 12 ദിവസം കൊണ്ട് 6 പീപ്പിൾ ആണ്, 12 ഡേയ്സ് ആണ്. അപ്പൊ 6 ആളുകൾ 12 ദിവസം കൊണ്ട് M1D1 ഈക്വൽ ടു M2D2 ആ ഇക്വേഷൻ ആണ് നമ്മൾ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ. അപ്പൊ ഒന്നാമത്തെ ചെയ്തില്ലേ? ഒന്നാമത്തെ ചെയ്തോ? കൺഫ്യൂഷൻ ഉള്ള ആൾക്കാര് 6 പേർ ചേർന്ന് 12 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി. പിന്നെ എത്രയും പറഞ്ഞത് 8 ആളുകളോ? അല്ല, 4 പേർ ചേർന്നാൽ എത്ര ദിവസം? അപ്പൊ M2ന്റെ അവിടെ 4 ആണ്. ഇൻറ്റു D2 എത്ര ദിവസമാണ് നമുക്ക് അറിയില്ല, അതവിടെ കൊടുക്കുക. അപ്പൊ D2 എഴുതാനായിട്ട് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 6 × 12 ചെയ്തിട്ട് എവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ഒരു സാധനം ഉള്ളത് അത് വെച്ച് ഡിവൈഡ് ചെയ്യാം. കണ്ടുപിടിക്കേണ്ടത് ഏതാണോ അതിന്റെ അടുത്ത് കിടക്കുന്ന വാല്യൂ ഉണ്ടാവില്ല. ഒരെണ്ണമല്ലേ മിസ്സിംഗ് ആയിട്ടുള്ളൂ. ഒരെണ്ണം തന്നിട്ടുണ്ടാവും, ഒരെണ്ണം തന്നിട്ടുണ്ടാവില്ല. ആ തരാത്തത് ഏതാണോ അത് നമുക്ക് അതിന്റെ അടുത്ത് കിടക്കുന്ന ഒരു സംഖ്യ ഉണ്ടാവും, അത് വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഡിവൈഡ് ബൈ 4 ആണ്. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 6ഉം 12ഉം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 4നെ നമുക്ക് 12 വെച്ച് 3 ടൈംസ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 6 3s are അല്ലെങ്കിൽ 3 6 are 18. 18 ആണ് ആൻസർ വരിക. കിട്ടിയോ? ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് 4th ക്വസ്റ്റ്യൻ ആണ്. 400 workers can complete a work in 75 days. If 25 workers are removed from this, how many days are needed? 400 തൊഴിലാളികൾ 75 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു. അതിൽ നിന്ന് 25 തൊഴിലാളികളെ മാറ്റിയാൽ ആ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണ്ടി വരും എന്നാണ് ചോദ്യം. 80, 75, 90, 100. 80. ഓക്കെ, 80 ആണ് കുറെ പേർക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നത്, ചിലർക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതേ ഇക്വേഷൻ തന്നെയാണ്. M1D1 ഈക്വൽ ടു M2D2. ഇനി ഞാൻ ഇക്വേഷൻ എഴുതുന്നില്ല. അപ്പൊ നമുക്ക് ആദ്യം പറഞ്ഞിരിക്കുന്നത് 400 ആളുകൾ 75 ദിവസം കൊണ്ട്. അപ്പൊ M1D1 കിട്ടിയല്ലോ. 400 × 75. ഇതൊന്നും ഇക്വേഷൻ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളത് ഇങ്ങനെ ഓർത്താൽ മതി. ആദ്യം പറഞ്ഞേക്കണേല് ആൾക്കാരും ദിവസങ്ങളുടെ എണ്ണം, ദിവസങ്ങളുടെ എണ്ണം അങ്ങനെയാണ് എഴുതേണ്ടത്. ഈക്വൽ ടു അപ്പുറത്ത് വേറെ ദിവസങ്ങളുടെ എണ്ണം. അതിൽ ചിലപ്പോൾ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കേണ്ടതായിരിക്കും, ചിലപ്പോൾ ഡേയ്സിന്റെ എണ്ണം കണ്ടുപിടിക്കേണ്ടതായിരിക്കും. അങ്ങനെയാണ് അതിന്റെ ഒരു ഫോർമാറ്റ് എടുക്കുക. അപ്പൊ ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ അടുത്ത് കിടക്കുന്ന വാല്യൂ കൊണ്ട് മറ്റേതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ 400 × 75 എന്ന് പറയുമ്പോൾ 400 ആളുകൾ ചേർന്ന് 75 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി. എത്ര ആളുകളല്ലല്ലോ, അങ്ങനെയല്ല പറഞ്ഞേക്കണേ. 25 ആളുകളെ മാറ്റിയാൽ എത്ര ദിവസം കൊണ്ട് തീർക്കുന്നത്? അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യണം? 25 ആണോ എഴുതണ്ടേ? ഈക്വൽ ടു ഇട്ടിട്ട് 375 സംഖ്യ തന്നിട്ടുണ്ട് അവിടെ. ആളുകളുടെ എണ്ണം ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ. 25 പേര് അതിൽ നിന്ന് മാറ്റിയെന്ന്. 400 പേര് വെച്ചാണ് അവർ തുടങ്ങിയത് ആ ജോലി. 75 ദിവസം കൊണ്ട് തീർക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ വിചാരിച്ചിട്ട് അവർ അതേ സെയിം ജോലി തന്നെ അതിൽ നിന്ന് 25 ആൾക്കാരെ മാറ്റിയിട്ട് 25 ആൾക്കാരെ മാറ്റുക എന്ന് പറഞ്ഞാൽ റിമൈനിങ് ഈസ് 375. 375 പേരാണ് ഇനി ബാക്കിയുള്ളത്. അവര് എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ്. അപ്പൊ D2 കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? D2 കാണാനായിട്ട് D2നെ അവിടെ നിർത്തുക. നമ്മൾ 400 × 75 മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അതിനെ 375 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഏത് സംഖ്യയുടെ കൂടെയാണോ കണ്ടുപിടിക്കാനുള്ള വാല്യൂ കിടക്കുന്നത് ഏതാണോ അത് വെച്ച് ഡിവൈഡ് ചെയ്യണം കേട്ടാ. 75നെ നമുക്ക് വെട്ടിച്ചേർത്താക്കാൻ പറ്റും. 75 ഒരു പ്രാവശ്യം പോകും. ഈ 375 എത്ര 75 അറിയാമോ? 275 ചേർന്ന 275 ചേർന്ന 150 ആണ്. മറ്റേ മനക്കണക്കൊക്കെ അങ്ങോട്ട് ഉപയോഗിക്കാം. 275 ചേർന്ന 150 കിട്ടും. അങ്ങനെയാണെങ്കിൽ 475 ചേർന്ന 300 കിട്ടില്ലേ? പിന്നെ ഒരു ഇല്ലേ? അപ്പൊ 5 പ്രാവശ്യം പോകും കേട്ടാ. 75 375 5 പ്രാവശ്യം പോകും. 75 ഒരു പ്രാവശ്യം പോകും. അപ്പൊ വീണ്ടും ഇനി 5 കൊണ്ട് വെട്ടാം. 5നെ നമുക്ക് 40 വെട്ടാൻ പറ്റും. എത്ര പ്രാവശ്യം പോകും? 8 5s are 40. അപ്പൊ ബാക്കി 6 0 ഉണ്ട്. ആ 0 നമ്മൾ ഉപയോഗിച്ചില്ല, അതുകൊണ്ട് അത് മുകളിൽ ആൻസറിലേക്ക് ഇട്ട് കൊടുക്കണം. സോ നമ്പർ ഓഫ് ഡേയ്സ് ടു കംപ്ലീറ്റ് ബൈ 375 people
375 പേര് വെച്ച് ചെയ്യുകയാണെങ്കിൽ ആ ജോലി 25 പേരെ കട്ട് ചെയ്തു. അവരെ കൊണ്ട് വെച്ച് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ പ്രത്യേക ജോലി ചെയ്യാനായിട്ട് 80 ദിവസം എടുക്കുക. 400 പേര് വെച്ച് ചെയ്തപ്പോൾ 75 ദിവസം കൊണ്ട് തീർക്കേണ്ട ജോലി അവർ 25 പേരെ കുറച്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവർക്കത് ഒരു 5 ദിവസം കൂടി എക്സ്ട്രാ എടുക്കേണ്ടി വരും. മീൻസ് 80 ദിവസം കൊണ്ടായിരിക്കും ആ പർട്ടിക്കുലർ ജോലി തീർക്കാൻ പറ്റുക. ഓക്കെ, 80. ഇപ്പൊ ക്ലിയർ ആയോ? സൗണ്ട് വരുന്നുണ്ട്. ക്ലിയർ ആയി? സൗണ്ട് എവിടുന്നാ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എത്രാമത്തെയാ? ആ, ഇന്ന് പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്ക് മുമ്പുള്ള ക്ലാസ് കിട്ടും. ഇന്ന് പുതിയതായിട്ട് ജോയിൻ ചെയ്തതാണ്. ആ, അപ്പൊ മുമ്പുള്ള ക്ലാസ് എങ്ങനെ കിട്ടും? മുമ്പുള്ള ക്ലാസ് മീൻസ് ഇതിങ്ങനെ ഇങ്ങനെ 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 റൊട്ടേറ്റ് ചെയ്ത് വരും. നിങ്ങൾ അറ്റ് പ്രസന്റ് ഏത് ക്ലാസ്സിലായിരിക്കണെന്ന് വെച്ചാൽ ആ ക്ലാസ് കാണുക. അതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ ഈ ക്ലാസ്സുകൾ തന്നെ റെക്കോർഡ് ചെയ്തതും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആപ്പ് വഴി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. ഇതിങ്ങനെ ഞങ്ങൾ ഇപ്പൊ ഒരു പ്രാവശ്യമൊക്കെ കഴിഞ്ഞു പോയ എന്താ പറയാ ടോപ്പിക്സ് പഴയ ക്ലാസ് യൂട്യൂബിൽ കിടപ്പുണ്ട്. പിന്നെ അത് ഞങ്ങൾക്ക് കാണണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ കിടക്കണ്ട, യൂട്യൂബിലൊക്കെ കിടക്കണ്ടാവും ലൈവ് ക്ലാസ്സുകൾ. ഈ ലൈവിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ പ്രീവിയസ് ക്ലാസ് കാണണമെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ എത്ര? 5 അല്ലേ? എ മാൻ ഡിഗ്സ് എ പിച്ച് ഓഫ് 2m into 2m into 2m size in 1 day. How many days are needed for 4 men to dig 4m 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 in the same range? ഒരാൾ ഒരു ദിവസം കൊണ്ട് 2m, അതായത് ആ കുഴിയുടെ ഇതാണ് പറഞ്ഞേക്കണേ കേട്ടാ, 2 നീളവും വീതിയും ആഴവും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സൈസിൽ ഒരു കുഴി നിർമ്മിക്കും. ഇതേ നിരക്കിൽ 4m എന്ന് വെച്ചാൽ 4 മീറ്റർ വീതം സൈഡ് അളവുകളുള്ള ഒരു കുഴി 4 പേർ ചേർന്ന് എത്ര ദിവസങ്ങൾ എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്യാന്നാണ് ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യൻ വായിക്കാം. മലയാളത്തിൽ പറഞ്ഞതില്ലേ, ഒരാൾ ഒരു ദിവസം കൊണ്ട് 2m into 2m into 2m ഇൻറ്റു ഉണ്ടിട്ട് അതിന്റെ ഇടയില് 2m into 2m into 2m. എന്താണ് 2m ഇങ്ങനെ 3 പ്രാവശ്യം എഴുതി വെച്ചേക്കണേ? മനസ്സിലായോ അതെന്താന്ന്? കുഴിയുടെ നീളവും വീതിയും ആഴവും മനസ്സിലായോ? അതാണോ കൊടുത്തേക്കണേ? അതിന്റെ വോളിയത്തിന് വേണ്ടിയിട്ടുള്ള നീളവും വീതിയും ഉയരം വേണ്ടേ? അപ്പൊ മനസ്സിലാക്കിക്കോ ഈ കുഴി എന്ത് ഷേപ്പ് ആയിരിക്കും? റൗണ്ട് അല്ലല്ലോ അല്ലെ? അതന്നെ, അതെ. ഇത് റൗണ്ട് ഷേപ്പിലുള്ള കുഴിയല്ല എടുത്തേക്കണം. അതിനാണ് 2m 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 3 സൈഡ്സ് കൊടുത്തേക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെങ്ത്തും ബ്രെഡും ഹൈറ്റും ഒക്കെ ഒരേ രീതിയിൽ ഒരു ക്യൂബിക് അതിന്റെ അതായത് ക്യൂബ് ഒക്കെ പറയില്ലേ നമ്മള്, അതിന്റെ ഷേപ്പിലാണ് കുഴി എടുത്ത് പോയേക്കണേ. മനസ്സിലായോ? കുഴിയാണ് എടുത്തത്. ഇപ്പൊ പല എന്തെങ്കിലും ചെറിയ ടാങ്കിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ കുഴി ഒരാള് ഈ ഒരു സൈസിലാണ് എടുക്കുന്നതെങ്കിൽ 2m 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 എടുക്കുന്നതെങ്കിൽ ഹി ക്യാൻ കംപ്ലീറ്റ് ഇറ്റ്. അയാൾ അത് ചെയ്തു തീർക്കുന്നത് എത്രയാണ്? ഒരു ദിവസം കൊണ്ട് തീർക്കും. അതേസമയം ഇതേപോലത്തെ ഒരു കുഴി സെയിം റേറ്റിൽ തന്നെയാണെങ്കിൽ 4m 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 എന്ന് വെച്ചാൽ ഇതിന്റെ നീളം വീതി ഉയരം ഒക്കെ മാറി അത് 4 ആളുകൾ ചേർന്ന് എത്ര ദിവസം എടുത്തിട്ടാണ് തീർക്കുക എന്നാണ് ചോദ്യം. ഇതേ 4m കുഴി 4 പേർ ചേർന്ന് എത്ര ദിവസം എടുത്ത് കുഴിക്കും? ഇതേ നിരക്കിൽ 4m into 4m into 4m കുഴി 4 പേർ ചേർന്ന് എത്ര ദിവസം കൊണ്ട് കുഴിക്കുമെന്നാണ്. 2. ആൻസർ കിട്ടിയോ ആർക്കെങ്കിലും? ഓപ്ഷൻസ് വായിക്കണോ? 2 4 8/3 16/3 പിന്നൊരു 2 ഉണ്ട് ആൻസറിൽ. 2 വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയോ നോക്കട്ടെ കേട്ടോ, പറയാം. ആർക്കും കിട്ടിയില്ല ആൻസർ? എനിവൺ?
2. പറയാം. ആരെങ്കിലും ഒന്ന് ചെയ്യുമെന്നൊന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ചെയ്യേണ്ട ആരെങ്കിലും ഒരാളെങ്കിലും ആൻസറും കൊണ്ട് വരണുണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടിട്ടാ. ഇല്ല. അപ്പൊ ഞാൻ പറയാം. നോക്കാം. ഈ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിയപ്പോ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ആളുകളുടെ എണ്ണം, ദിവസങ്ങളുടെ എണ്ണം മാത്രമല്ല ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യം വരുന്നത്. അവിടെ ഒരു വർക്ക് ചെയ്യുന്ന ആ വർക്ക് എത്രത്തോളം ചെയ്യപ്പെടുന്നു എന്നുള്ളതും ഇവിടെ എന്താ പറയാ, എത്ര എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ആ വർക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഈ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരാറുണ്ട്. അപ്പൊ ഇവിടെ എന്താ പ്രത്യേകത അറിയാം, ഇവിടെ ഒരു വർക്ക് ഡൺ കൂടിയാണ് തന്നേക്കണം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ. വർക്ക് ഡൺ, അതായത് ഇത്ര ദിവസം കൊണ്ട് ഒരാള് ഇത്ര സൈസിലുള്ള ഒരു കുഴി, അതായത് അയാൾ ചെയ്ത വർക്കാണ് 2m 2m 2m. ദാറ്റ് മീൻസ് ദ വോളിയം ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പിറ്റ്. ആ കുഴി ഉണ്ടാക്കാൻ അദ്ദേഹം അത്രയും വലിയ ആഴത്തിലാണ് ഒരു കുഴി അദ്ദേഹം കുഴിച്ചിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് അയാൾ തീർത്തിട്ടുണ്ട്. എന്നാൽ അതേ കുഴി ആ ഒരു സെയിം റേറ്റിൽ തന്നെ 4 മീറ്റർ, അതായത് 4 മീറ്റർ നീളവും 4 മീറ്റർ വീതിയും 4 മീറ്റർ ഉയരവും ആഴവുമുള്ള മറ്റൊരു കുഴി വേറെ കുറച്ച് ആളുകൾ ചേർന്നു, ഒരാളല്ല 4 പേർ ചേർന്നിട്ട് കുഴിക്കുകയാണെങ്കിൽ അവർക്ക് എത്ര ദിവസം വരും എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇത് ഇവിടെ ഒരു വർക്ക് ഡൺ കൂടിയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ വന്നേക്കണേ. നമ്മൾ കഴിഞ്ഞ ഈ സംഭവം തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, വർക്ക് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഈ ഒരു ടോപ്പിക്കിനകത്ത് വരാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? M1 D1 ബൈ വർക്ക് 1. മനസ്സിലായോ? ഇത്ര ആളുകൾ ഇത്ര ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി ഡിവൈഡഡ് ബൈ ചേർക്കണം. ബൈ W1. ആ വർക്കിനെ സൂചിപ്പിക്കുന്നതാണ് W എന്ന് പറയുന്ന അക്ഷരം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു M2 D2 ബൈ വർക്ക് 2. മനസ്സിലായ? വർക്ക് 2 ഇതാണ് സംഭവം. അപ്പൊ M1 D1 ബൈ W1 ഇസ് ഈക്വൽ ടു M2 D2 ബൈ വർക്ക് 2. അപ്പൊ നമ്മൾ ഇത് ഒന്നുകിൽ അത് അങ്ങനെ തന്നെ നേരെ കൊടുക്കാം, അല്ലെങ്കിൽ ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എങ്ങനെ വരും എന്നറിയാം. ഈ ഇക്വേഷൻ ഒന്നും കൂടി നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം. ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ഇത് ഇങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M1 D1 ഒപ്പം ഏതും കൂടി വരും, മൾട്ടിപ്ലിക്കേഷൻ ആണ്, W2 വരും. W2 വരും ഈക്വൽ ടു M2 D2 അടുത്തേക്ക് ആരും വരും? ഇത് ഐദർ എനിവേ ഈ ഒരു മെത്തേഡിലോ അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനിലോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇത് എഴുതാട്ടോ. എന്നിട്ട് അങ്ങോട്ട് സിംപ്ലിഫൈ ചെയ്താൽ മതി. 2 ഇക്വേഷനും വെറുതെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. വേഗം എഴുതി വെച്ചു എല്ലാവരും. അറിയില്ലാത്തവര് M1 D1 അത് ആളുകളുടെ എണ്ണം, ദിവസങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ അവർ ചെയ്ത വർക്ക്. വല്ലവരുടെ അല്ല, അവരുടെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ക്രിയ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേക്കണേ. M2 D2 ബൈ വർക്ക് 2 ആണ് അടിയിലത്തെ രണ്ടാമത്തെ സെയിം വർക്കിനെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ആ വർക്ക് 2നെ M1 D1 അടുത്തേക്കും M2 D2 അടുത്തേക്ക് W1 അപ്പുറത്തേക്ക് കൊണ്ടുപോയി ക്രോസ്, അതായത് അപ്പുറത്തേക്ക് കൊണ്ടുപോയി അതിനെ ഷിഫ്റ്റ് ചെയ്തു. അത് രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് താഴെ. ഓക്കെ, ആ രീതിയിൽ ആണ് ഈ ഒരു ക്രിയ നമുക്ക് ചെയ്യണ്ടേ. അപ്പൊ M1 ക്ലിയർ ചെയ്തോട്ടെ, സ്ക്രീൻ എഴുതിയെടുത്തോ. 2 ഇക്വേഷൻസ് ഒന്ന് എഴുതിയെടുക്കുക കേട്ടാ. അത് വേണമെങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് നോട്ട് ചെയ്യുക. ആളുകളുടെ എണ്ണം, ദിവസങ്ങളുടെ എണ്ണം, ജോലി, ഇവ 3ഉം തന്നാൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആളുകളുടെ എണ്ണം, ദിവസങ്ങളുടെ എണ്ണം, ചെയ്ത ജോലി. ഇഫ് ദീസ് 3 ആർ ഗിവൺ, ഇവ 3ഉം തന്നാൽ number of men, number of days and the work done is given. If the number of men, number of days and the work is given, use this formula. ഈ ഒരു ഫോർമുല നമ്മൾ ഉപയോഗിക്കാം. എഴുതിയിട്ടൊക്കെ ബോക്സിലൊക്കെ ആക്കിയോ വട്ടം വരച്ചോ പെട്ടെന്ന് നോട്ട് ചെയ്യുന്ന രീതിയിൽ എഴുതിയിടാം. അപ്പൊ ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ കണക്കൊന്നും അങ്ങനെ ചെയ്തു നോക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്കോ വരണ്ട വീണ്ടും? ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്ലിയർ ചെയ്തു കേട്ടാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ M1 D1 ഒരാൾ ഒരു ദിവസം കൊണ്ട്, അപ്പൊ M1 D1 കിട്ടി 1 × 1 അല്ലെ. പിന്നെ അവിടെ വരേണ്ടത് ഏതായിരുന്നു? ഇക്വേഷൻ വൈസ് ഏതായിരുന്നു വരേണ്ടത്? അവിടെ W2 ആണ്. W2 ആണ് വരേണ്ടത്. W2 എന്താ ഇപ്പൊ ഇവിടെ? W2 എന്താ ഇപ്പൊ ഇവിടെ?
64. 4 into 4 into 4 കണ്ടല്ല 4 meter into 4 meter into 4 meter അയാൾ ചെയ്ത ജോലി 4 into 4 into 4 64 മീറ്റർ ക്യൂബ് ആഴമുള്ള ഒരു കുഴിയാണ് പുള്ളി കുഴിച്ചിട്ടേക്കണേ. അപ്പൊ അവിടെ വരേണ്ടത് 64 ആണ്. അപ്പൊ 1 into 1 into 64 ഈക്വൽ ടു അപ്പുറത്ത് വരേണ്ടത് M2D2 into W1 ആണ്. M2D2 ഏതെങ്കിലും തന്നിട്ടുണ്ടോ അതിനകത്ത്? M2 തന്നിട്ടുണ്ട് അല്ലെ? എത്ര ആളുകൾ ചേർന്നിട്ടാ? 3 ആണോ 4 ആണോ? 4 തന്നെയാണോ രണ്ടിലും പറഞ്ഞേക്കണേ? ഇംഗ്ലീഷിൽ മലയാളത്തിൽ 4 തന്നെയാണോ പറഞ്ഞത്? എവിടെയാണ്? 4 തന്നെ. 4 തന്നെയാണോ? പക്ഷേ അപ്പൊ ഞാൻ ചെയ്ത ആൻസറിൽ എനിക്ക് തോന്നുന്നു ഞാൻ 4 വെച്ചാ ചെയ്തേക്കണേ കേട്ടാ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം 2 അല്ലേ കിട്ടിയേക്കണം നിങ്ങൾക്ക് ഉത്തരം? 2 ആണ് കിട്ടിയത്. ശരി ശരി, ഞാനത് 4 വെച്ചിട്ടാ ഇവിടെ പ്രോബ്ലം ചെയ്തപ്പോ ചോദ്യം അതായിരുന്നു, പക്ഷെ ഞാൻ എഴുതിയത് 3 വെച്ചിട്ടാണ് തോന്നുന്നത്. അപ്പൊ 4 men ആണ് വേണ്ടത്. 4 men എത്ര ദിവസം കൊണ്ടെന്ന് നമുക്കറിയില്ല, ഡേ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് D2 കാണണം. ഇൻറ്റു അവര്, അതായത് അവിടെ നമ്മൾ എഴുതേണ്ടത് W1 ആണ്. W1 എന്ന് പറയുമ്പോ അവര് കുഴിച്ചിരിക്കുന്ന ആദ്യത്തെ ഒരാൾ കുഴിച്ച കുഴി എന്ന് പറയുന്നത് എത്രയായിരുന്നു? 2 into 2 into 2 സൈസിലായിരുന്നു. അപ്പൊ എത്രയാണ് വരണ്ടേ? 2 4 2 8. അപ്പൊ അവിടെ 8 വരണം. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് ഏതാ ഡിവൈഡ് ചെയ്യണ്ടേ? ഈ 8ഉം 4ഉം കൂടി ഗുണിച്ചിട്ട് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ചെയ്ത കണക്കിൽ പറഞ്ഞു ഏതിന്റെ എവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ ഉള്ളത് അവിടെ വരുന്ന സംഖ്യ ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇപ്പുറത്തുള്ളത് മുകളിൽ വരണം. ദാറ്റ് മീൻസ് 1 into 1 64 ഒക്കെ ഗുണിച്ച് ചെയ്യുമ്പോൾ അത് തന്നെ വരുള്ളൂ. 64/32 എന്ന് പറയുന്നതാണ് D2. 64/32 എത്രയാ? 64 കൊണ്ട് ഹരിച്ചാൽ 2 പ്രാവശ്യം D2 ഈക്വൽ ടു 2 ആണ് ഉത്തരം. നിങ്ങൾക്ക് തരുന്ന ഉത്തരത്തിൽ ഇവിടെ ചെറിയ അത് വേണമെങ്കിൽ ഞാൻ അവിടെ കറക്റ്റ് ചെയ്തോളാം. ഒന്ന് ഓർത്തിരിക്കുക, ചിലപ്പോൾ അത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഓർക്കാൻ. ഞാൻ അവിടെ 3 വെച്ചാ ചെയ്തത്, അതുകൊണ്ട് എനിക്ക് എന്താണാവോ അപ്പുറത്തൊന്നും എഴുതിയപ്പോ ചിലപ്പോൾ മിസ് ചെയ്തായിരിക്കും. അതുകൊണ്ട് എനിക്ക് 8/3 എന്നാണ് ഇവിടെ കിടക്കുന്ന ആൻസർ. ആ 3 into 8 32 പകരം 24 വെച്ച് ചെയ്തപ്പോ 8/3 എന്നായിരുന്നു ആൻസർ. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് ആൻസർ ചിലപ്പോ സെൻഡ് ചെയ്തോ എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ അങ്ങനെ വരും. അപ്പൊ ഡിയുടെ ഉത്തരം അതാണ്, 2 ആണ്. ഞാൻ തിരുത്തിക്കോളാം. അതാണ് നന്നായി കണ്ടത്. ക്ലിയർ ആയോ? ഈ ഉത്തരം ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതിനകത്ത്? ഈ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? അപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങൾ കൂടി തന്ന ദ നമ്പർ ഓഫ് മെൻ, ദ നമ്പർ ഓഫ് ഡേയ്സ് ആൻഡ് ദ വർക്ക് കംപ്ലീറ്റഡ് ബൈ ദീസ് ഡേയ്സ് ആൻഡ് മെൻ, ഇത്ര ആളുകളും ഇത്ര എന്താ പറയാ ദിവസങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി, ഒരു പർട്ടിക്കുലർ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ അതാണ്. ഏത് വേണമെങ്കിലും ഉപയോഗിച്ചാൽ മതി. M1D1 into W2 ഈക്വൽ ടു M2D2 into W1, അല്ലെങ്കിൽ M1D1 by W1 is equal to M2D2 by W2. അവർ ചെയ്യുന്ന ജോലിനെ കൊണ്ട് ഡിവൈഡ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. ഡിവൈഡ് ആണ്, അടിയിലാണ് വരുന്നത്. വർക്ക് W1 ഉം W2 അതാതിന്റെ താഴെ അടിയിലാണ് വരുന്നത് ഡിവൈഡ്. എന്നിട്ട് നിങ്ങൾ ക്രോസ് ആയിട്ട് കൊണ്ടുപോയാലും മതി, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് ഇക്വേഷനിൽ കൊടുത്ത് സംഖ്യകൾ കൊടുത്ത് ചെയ്യാം. എങ്ങനെയും ചെയ്യാം. കൺഫ്യൂസ്ഡ് ആകണ്ട, നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ചെയ്തോ, തെറ്റിക്കണ്ട എന്ന് മാത്രം. ഓക്കെ, 2 ആണ് നിങ്ങളുടെ ഉത്തരം. എന്റെ ഉത്തരമാണ് മാറിപ്പോയത്. 4ന് പകരം 3 ആയിപ്പോ. അതെന്തോ അറിയില്ല. അത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണോ? ഒരു മിനിറ്റ്. Rohan can Rohan can do a certain work in 20 days and Mohan can complete the same work in 30 days. If they both work together, how many days it take? നേരത്തെ ചെയ്ത പോലത്തെ തന്നെ പ്രോബ്ലം ആണ്. ചെയ്യാം. രോഹന് ഒരു ജോലി ചെയ്യാൻ 20 ദിവസം, മോഹന് ഇതേ ജോലി ചെയ്യാൻ 30 ദിവസം എങ്കിൽ രണ്ടുപേരും ചേർന്ന് ജോലി ചെയ്യാൻ എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം എത്ര? 13 ഡേയ്സ്, 12 ഡേയ്സ്, 16 ഡേയ്സ്, 5 ഡേയ്സ് ആണ്. 12 ഡേയ്സ്. അതെ, ഓപ്ഷനിൽ ഇല്ലാത്ത ഉത്തരമൊക്കെ ഉണ്ടല്ലോ. 13, 12, 16, 5. 12 12 എന്നാണ് എല്ലാവർക്കും കിട്ടിയേ? വേറെ ഇല്ലല്ലോ? ഒന്ന് പറയണമേ.
നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നാലുള്ള ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഒരുമിച്ച് ചേരുമ്പോൾ ഉപയോഗിക്കേണ്ടത് ഇതല്ലേ ഇക്വേഷൻ, xy/x+y. രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്യുന്ന ഒരു ജോലി. അപ്പൊ ആദ്യത്തെ ആള് 30 ദിവസം കൊണ്ട് തീർക്കുന്നു, രണ്ടാമത്തെ ആള് 20 ദിവസം കൊണ്ട് തീർക്കുന്നു. രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ 30x20/30+20. ഇതിങ്ങനെ വെട്ടരുതിട്ടാ. അടിയിന്നും മോളിന്നും ഇൻഡു ചെയ്യാനുള്ളതും പ്ലസ് ചെയ്യാനുള്ളതും കൂടി മോളിൽ കിടന്ന 30 അടിയും കൂടി വെട്ടിക്കളഞ്ഞു, 20 വെട്ടിക്കളഞ്ഞു, ഒന്നുമില്ലല്ലോ ഇനി ബാക്കി. അങ്ങനെ ആവരുത്. മൾട്ടിപ്ലൈയും പ്ലസും ഒക്കെ കൂടി ഒരുമിച്ച് വരുമ്പോ രണ്ടിടത്തും മൾട്ടിപ്ലിക്കേഷൻ ചിഹ്നമാണെങ്കിൽ ഓക്കെ വെട്ടാം. പക്ഷെ അടിയിൽ കിടക്കുന്നത് പ്ലസ് ആണ്. അതുകൊണ്ട് പ്ലസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ 3 × 2 6 ആണ്. സോ 600. 600/50 50. അടിയിൽ കൂട്ടുമ്പോ 50 ആണ്. ഒരു 0 വെട്ടാം. 0 വെട്ടി 12 പ്രാവശ്യമാണ് 60-ല് 5 പോവുക. 12 × 5 60. 12 times. 12 5s are 60. കിട്ടിയോ? സ്വപ്ന കിട്ടിയോ? ഓക്കെ, അടുത്തത് 7th one. ഓക്കെ, അപ്പൊ 7ാമത്തെ ക്വസ്റ്റ്യൻ. പ്രകാശ്, സൂരജ് ആൻഡ് രാഹുൽ completes each work in 12, 15, 20 days respectively. If they work together, in how many days they can complete it? പ്രകാശ്, സൂരജ്, രാഹുൽ എന്നിവർ ഒരു ജോലി യഥാക്രമം 12, 15, 20 ദിവസങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കുന്നു എങ്കിൽ 3 പേരും കൂടി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് പഠിക്കാം. 1 day ഒരു ദിവസം, 6 days 6 ദിവസങ്ങൾ, 5 days and 27 days. 5 days. 5 days. ആരൊക്കെയോ മ്യൂട്ട് ചെയ്യാത്തതുണ്ട് അല്ലേ? നമുക്ക് എക്കോ വരണേ. കിട്ടിയോ എല്ലാവർക്കും? കിട്ടിയില്ല അല്ലെ? പറയാം. നോക്കട്ടെ. ഓക്കെ, ഇവിടെ 3 പേരാണ് എന്ത് ചെയ്യുന്നത്, ജോലി ചെയ്യുന്നത്. 3 വ്യത്യസ്ത ആളുകളാണ്. 3 വ്യത്യസ്ത ആളുകൾ ഓരോ ദിവസം പർട്ടിക്കുലർലി അവരവരുടെ ദിവസം അവർ ചെയ്യുകയാണെങ്കിൽ 12 days, 15 days, 20 days, 12, 15, 20 എന്നീ ക്രമം അനുസരിച്ച് അവരവരുടെ ജോലികൾ ചെയ്തെടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്രകാശിന് ആ ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യാൻ 12 days വേണം. സൂരജിനാണെങ്കിൽ അത് 12 days കൊണ്ടും രാഹുലിന് അത് 20 days കൊണ്ടും. നമുക്കറിയാം ഓരോരുത്തരുടെയും എഫിഷ്യൻസി വ്യത്യസ്തമാണ്, ഡിഫറെന്റ് ആണ്. അപ്പൊ അതനുസരിച്ച് ജോലിയിലും അത് എന്താ പറയാ റിഫ്ലക്ട് ചെയ്യും എന്നറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാവരോടും ഒരുമിച്ച് ചേർന്നിട്ടാണെങ്കിൽ ആ ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? നമ്മൾ 2 പേരുടെയൊക്കെ ചെയ്തതുപോലെ 3 പേരുടെ ചെയ്യേണ്ടി വരുമ്പോ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണെന്നറിയാമോ? 3 പേരെ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ xy plus yz plus xz അല്ലേ? ഇതാണ് ഇക്വേഷൻ. ഒന്ന് എഴുതി വെക്കാം കേട്ടാ. 3 പേര് കൂടി ഒരു ജോലി ഒരുമിച്ച് ചെയ്യുമ്പോൾ when 3 people do a work together. When 3 people do a work together. 3 പേർ കൂടി ഒരു ജോലി ഒരുമിച്ച് ചെയ്യുമ്പോൾ. മൂന്ന് പേര് കൂടി ഒരു ജോലി ഒരുമിച്ച് ചെയ്യുമ്പോൾ. അപ്പൊ ഇതാണ് ഇക്വേഷൻ. ഇക്വേഷൻ എഴുതി നോക്കിയാൽ xy plus yz plus xz. ഈ എക്സും വൈ സെഡും ആ തന്നേക്കണ ദിവസങ്ങളുടെ എണ്ണങ്ങൾ തന്നെയാണ് കേട്ടാ. ദിവസങ്ങളുടെ എണ്ണങ്ങൾ തന്നെയാണ് xyz എന്ന് പറയുന്നത്. ഇക്വേഷൻ എഴുതിയോ? എഴുതിയെടുത്തോ?
യെസ്. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാം. എക്സ് വൈ സെഡിന്റെ സ്ഥാനത്ത് അതാത് സ്ഥാനത്ത് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ കൊടുക്കണം. കണ്ടോ ഇവിടെയൊക്കെ വൈ സെഡ്, എക്സ് സെഡ്, എക്സ് വൈ എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൊടുക്കണം. എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് എത്രയൊക്കെയാണ്? 12 ഇൻറ്റു 15 ഇൻറ്റു 20 എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ് ബൈ ആദ്യത്തേത് പറഞ്ഞേക്കുന്നത് എക്സ് ഇൻറ്റു വൈ ആണ്. അപ്പൊ എക്സ് വൈ ഇതാണ് അല്ലെ. 12 ഇൻറ്റു 15 പ്ലസ് അടുത്തത് ഏതാ? വൈ സെഡ്, വൈയും സെഡും. അപ്പൊ 15 ഇൻറ്റു 20 പ്ലസ് അടുത്തത് എക്സും സെഡും ആണ്. 12ഉം 20ഉം. അപ്പൊ 12 ഇൻറ്റു 20 വെട്ടി ചെറുതാക്കരുത്. എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടിയിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട്. ഈ 12 ഇൻറ്റു 15 ഇൻറ്റു 20 നിങ്ങൾക്ക് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താം, അല്ലെങ്കിൽ താഴോട്ട് തന്നെ എടുത്ത് എഴുതി ഈ ബാക്കിയുള്ളത് ഗുണിച്ച് ചെയ്യുമ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇത്രയും എഴുതിയെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യാം. ഇത് 15 ഇൻറ്റു 2 ഗുണിക്കുമ്പോൾ നമുക്കറിയാം 30 കിട്ടും. 30 ഇൻറ്റു 12 3 ഇൻറ്റു 12 36 ആണ്. അപ്പൊ 360 പിന്നെ ഒരു 0. അപ്പൊ എത്ര കിട്ടും? 3600 മുകളിൽ കിട്ടും. ഗുണിക്കുകയാണെങ്കിൽ 3600 ബൈ അടിയില് ആദ്യം ഗുണിച്ചത് 12 ഇൻറ്റു 15 ആണ്. 12 15 ഗുണിച്ചാൽ എത്ര കിട്ടും? 12 15 ഗുണിച്ചാൽ 180 കിട്ടും അല്ലെ. 180. അടുത്തത് 15 ഇൻറ്റു 20 ആയിരുന്നു. അപ്പൊ 300 അല്ലെ. പ്ലസ് അടുത്തത് 12 ഇൻറ്റു 20 ആയിരുന്നു അല്ലെ. അപ്പൊ 24 240. ഓക്കെ, 240. ഇനി ഇതെല്ലാം കൂടി കൂട്ടാം നമുക്ക്. അടിയില് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോ 720 അല്ലെ. 720 ഡിനോമിനേറ്ററിൽ വരും. 3600 മുകളിലും വരും. ഒരു സീറോ കൊണ്ട് വെട്ടി കളയാൻ പറ്റും. 360 കറക്റ്റ് ആയിട്ട് 72 എത്ര പ്രാവശ്യം പോകുന്നറിയോ? 5 ടൈംസ്. അപ്പൊ 5 ദിവസം, 5 days. എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ജോലി ചെയ്യുന്നതെങ്കിൽ 5 ദിവസം കൊണ്ട് പണി തീർക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളിപ്പോ ചെയ്യണില്ല കേട്ടോ. അതൊന്ന് അവിടെ മാറ്റി വെക്കാം. അത് അവിടെ ഇരിക്കട്ടെ. അത് ഒന്ന് മാറ്റി വെക്കാം. അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് 8 ചെയ്യണില്ല. 9ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കേട്ടല്ലോ എല്ലാവരും? 8 ഇവിടെ മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചു നേരം കഴിയുമ്പോൾ പറയുന്നത് ഈ 8 ചെയ്തില്ലല്ലോ, 8 ആണ് 9 ചെയ്തേന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. 8 ഇപ്പൊ ചെയ്യണ്ട. 9ാമത്തെ ക്വസ്റ്റ്യൻ എഴുതാ. ABC together can do, ABC 3 ആൾക്കാരാണ്. Together can do a work in 10 days. A alone takes 30 days. B alone takes 24 days. Then how many days needed for C alone? C ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് ആൾ തീർക്കാന്നാണ്. ഓക്കെ, ABC എന്നിവർ ഒരുമിച്ച് ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്യും. എക്ക് മാത്രം 30 ദിവസം, ബിക്ക് മാത്രം 24 ദിവസം. എങ്കിൽ സിക്ക് മാത്രം എത്ര ദിവസം വേണ്ടിവരും? 9ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് പറയുന്നത്, 8 അല്ല, ഓർക്കണം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വായിക്കാം. 20 ദിവസം 20 ഡേയ്സ്, 28 ഡേയ്സ് 28 ദിവസം, 36 ദിവസം, 40 ദിവസം. 40 ദിവസം കിട്ടിയോ? 40 ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോ എക്കും ബിക്കും 3 പേർക്കും കൂടി, എയും ബിയും സിയും കൂടി ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ ജോബ് എത്ര ദിവസം കൊണ്ടാണ് തീർക്കുന്ന പറഞ്ഞേ? 10 ദിവസം കൊണ്ട്. എന്ന് വെച്ചാ എയും ബിയും സിയും ചേർന്ന്, എയും ബിയും സിയും കൂടി ചേർന്നിട്ട് ഒരു പർട്ടിക്കുലർ ജോലി ദേ വിൽ ഡു ഇറ്റ് ഇൻ 10 days. അതായത് 1/10 ആ ഒരു ജോലിനെ 10 ദിവസം കൊണ്ട് അവർ ചെയ്തു തീർക്കും. ഇനി എ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ടേക്ക്, എക്ക് മാത്രമാണെങ്കിൽ അത് എത്ര ദിവസം കൊണ്ടാണ്? ആ ഒരു ജോലി തന്നെ എ മാത്രമാണ് ചെയ്യുമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് 30 days, 30 ദിവസം എടുക്കും. ബി മാത്രമാണ് ആ ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് 24 days. അപ്പൊ ഇതാണ് ഇവിടെ നമുക്ക് ആ ഡേയ്സിനെ നമുക്കൊന്ന് എഴുതുകയാണെങ്കിൽ, ആ ഒരു നമ്പർ ഓഫ് ഡേയ്സിനെ നമ്മൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ വരും. 3 പേരും കൂടി ചെയ്യുമ്പോൾ 1/10 days, എന്നാൽ എ മാത്രം ചെയ്യുമ്പോൾ 1/30 days, ബി മാത്രം ചെയ്യുമ്പോൾ 1/24 days.
അങ്ങനെയാണെങ്കിൽ സി മാത്രമായിട്ട് സിങ്ങിനെ അവിടെ നിർത്തണം. ബാക്കിയുള്ളവർ രണ്ടുപേരും എന്ത് ചെയ്യണം? അതിൽ നിന്ന് മാറ്റി കളയാലോ. 3 പേരും കൂടി ചെയ്യുന്നത് എത്രയാ? 1/10 അല്ലേ? 1/10 അല്ലേ? 3 പേരും കൂടി ചെയ്യുമ്പോ അതിൽ നിന്ന് എനും ബീനും മാറ്റിയാ പോരെ? കുറച്ചാ പോരെ അതിൽ നിന്ന്? അല്ലേ? അങ്ങനല്ലേ? ആ ഒരു ലോജിക്ക് മനസ്സിലാക്കി ചെയ്യാം. എവിടെയാ സൗണ്ട് വന്നേ? ഹലോ ആരത്? സിദ്ധാർത്ഥിനെ കാണാനില്ല ഇവിടെ, പക്ഷെ സ്ക്രീനിൽ വന്നിട്ടില്ല. എനിക്ക് അത് എന്നാലേ എനിക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആളിവിടെ ഇല്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് മ്യൂട്ട് മാറ്റുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അൺമ്യൂട്ട് ആക്കും. ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. പറഞ്ഞാലും പിന്നെ അത് തന്നെ. ഹലോ, സിദ്ധാർത്ഥ ഉണ്ടോ അവിടെ? ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഹലോ സിദ്ധാർത്ഥ ഒന്ന് മ്യൂട്ട് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂട്ട് ചെയ്യാൻ മറന്നുകൊണ്ട് കേട്ടോ. സിദ്ധാർത്ഥ ഒന്ന് നോക്കുക. അതിവിടെ ബാക്കിയുള്ളവർക്കൊക്കെ ഡിസ്റ്റർബ്ഡ് ആണ്, ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നോക്കാം. ABC 3 പേര് കൂടിയിട്ട് 1/10 ആണ് ചെയ്യുന്ന ജോലി. A മാത്രം ചെയ്യുകയാണെങ്കിൽ 1/30, B മാത്രം ചെയ്യുകയാണെങ്കിൽ 1/24. ഇനി നമുക്ക് അതിൽ നിന്ന് കാണേണ്ടത് C മാത്രം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 1/10 എല്ലാവരും ചെയ്യുന്നതിൽ നിന്ന് എയും ബിയും വ്യത്യസ്തമായിട്ട് അവർ ചെയ്യുന്നത് തമ്മിൽ കൂട്ടിയിട്ട് അങ്ങോട്ട് കുറച്ചാ പോരെ? ഇത് ചെയ്താ പോരെ? ഇതല്ല അതിന്റെ ഒരു എന്താ പറയാ, ഒരു ക്രിയ. അതിന്റെ ഒരു കാൽക്കുലേഷൻ ഇങ്ങനെയാ വരിക. 1/10 മൈനസ് 1/30 പ്ലസ് 1/24. അത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് 1/10 അങ്ങനെ തന്നെ നിർത്താം, മൈനസ് അങ്ങനെ തന്നെ ഇടാം. ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നത് ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് മാസ് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ബ്രാക്കറ്റ് ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ നോക്കാം, ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കിടക്കുന്നത് 1/30 1/24 ആണ്. ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് യൂണിറ്റ് ഫ്രാക്ഷൻസ് ആണ് അല്ലെ? ഏകാംശ ഭിന്നം എന്നോ അങ്ങനെ എന്താണ് പറയില്ലേ? യൂണിറ്റ് ഫ്രാക്ഷൻ എന്നാണ് ഇതിന് പറയാം ഇംഗ്ലീഷില്. ഏകാംശ ഭിന്നം, അംശം 1 എന്ന് പറയുന്ന സംഖ്യ വരുന്നതിനെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുക. യൂണിറ്റ് ഫ്രാക്ഷൻസ് എന്നാണ് അതിനെ വിളിക്കുക. അപ്പൊ നമ്മൾ അങ്ങനത്തെ സംഖ്യകൾ ഇങ്ങനെ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷനോ LCM ഒന്നും കാണാൻ പോകണ്ട. ഇതിന്റെ ഈ ഡിനോമിനേറ്റേഴ്സ് നമ്മൾ അങ്ങോട്ട് കൂട്ടുക. 30ഉം 24ഉം കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ്? 54. 54 ഇതിന്റെ പ്രോഡക്റ്റ്, ഇത് രണ്ടും കൂടി ഗുണിച്ചിട്ട് അടിയിൽ എഴുതാം. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ 24ഉം 30ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് അതിന് 24നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കറിയാം 72 ആണ്. ഒരു 0 ഇട്ട് കൊടുക്കുക. 720. അങ്ങനെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എഴുതാം. അപ്പൊ നമുക്കറിയാം ഇവിടെ വീണ്ടും 720ഉം 10ഉമാണ് ഡിനോമിനേറ്റേഴ്സ്. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആക്കണം. 72 കൊണ്ട് ഗുണിച്ചാൽ പോരെ? 72 കൊണ്ട് അടിയിലും മുകളിലും ഗുണിക്കാം. അപ്പൊ നമുക്ക് 720 ആക്കാൻ പറ്റും. അപ്പൊ ഇവിടെ 1 × 72 72 മൈനസ് 54 ബൈ 720 എന്നാകും. 720 അങ്ങനെ തന്നെ എഴുതും. ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. 72ൽ നിന്ന് 54 കുറച്ചാൽ എത്രയാ? 74ൽ നിന്ന് 52 കുറച്ചാ 72ൽ നിന്ന് 54 കുറച്ചാ 18 അല്ലെ? അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 18/720. ഇനി 18 നമുക്ക് 72ല് കറക്റ്റ് ആയിട്ട് വെട്ടി ചെറുതാക്കാൻ പറ്റും 4 ടൈംസ്. അപ്പൊ 4 എടുത്ത് എഴുതുന്നു, 0 കൂട്ടി എഴുതുന്നു. അപ്പൊ 1/40 എന്ന് കിട്ടും. 1/40. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ദിവസങ്ങളുടെ എണ്ണമാണ്. സി ഒറ്റയ്ക്ക് ആ ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കും എന്നാണ്. അപ്പൊ നമുക്ക് ആ ഡേയ്സ് മാത്രം എടുത്താൽ മതി. 1/40 നമുക്ക് കിട്ടിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച യൂണിറ്റ് ഫ്രാക്ഷൻ ഒക്കെ ആക്കി മാറ്റി വർക്ക് ഡണ്ണും ദിവസങ്ങളും വെച്ചിട്ട് നമ്മൾ ചെയ്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ആൻസർ 1/10 തന്നെ വെച്ച് കിട്ടിയത്. ആ ഒരു വർക്ക് സെയിം വർക്ക് തന്നെയാണ്, അവരെല്ലാവരും ചെയ്ത വർക്ക് തന്നെയാണ്. ഇവിടെ സി ഒറ്റയ്ക്ക് ആണെങ്കിൽ 1/40 എടുക്കും. എന്ന് വെച്ചാൽ ആ പർട്ടിക്കുലർ വർക്ക് വിൽ ബി കംപ്ലീറ്റഡ് ഇൻ 40 days. 40 ദിവസം കൊണ്ടാണ് തീർക്കുക എന്നാണ് നമുക്ക് കിട്ടുക. അപ്പൊ ദിവസങ്ങളാണ് നമ്മളോട് ചോദിച്ചോണ്ടേ, അതുകൊണ്ട് തന്നെ 40 എടുത്താൽ മതി. 40 days അതായിരുന്നു നമ്മുടെ ഉത്തരം. ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നില്ലേ? വായിച്ചാ? ഞാൻ ഓപ്ഷനിലെ ആൻസർ വായിച്ചിരുന്നോ? വായിച്ചിരുന്നു. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. അപ്പൊ 40 days. സി അലോൺ ക്യാൻ ഡു ദാറ്റ് പർട്ടിക്കുലർ വർക്ക് ഇൻ 40 days. അപ്പോ ഇനി ഒരു 1-2 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട് അല്ലെ? 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പറ്റുമെങ്കിൽ ചെയ്ത് തീർക്കാം, പറ്റാത്തത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതായിരിക്കും ഇപ്പൊ അടുത്ത ദിവസത്തേക്കുള്ള ഹോംവർക്ക്. 4 എണ്ണം ഉണ്ട്. 4 എണ്ണം ചെയ്യാൻ പറ്റുന്നതാ. ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാനൊക്കെ പറ്റാത്തതുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും പരമാവധി ശ്രമിക്കുക തന്നെ ചെയ്യാനായിട്ട്. ആൻസർ നമ്മൾ എന്തായാലും ഇവിടെ ഡിസ്കസ് ചെയ്യും, പക്ഷെ നിങ്ങൾ ചെയ്തിട്ട് കൂടി വരാം. ഓക്കെ, ബൈ. Thank you, miss. Thank you, miss. Thank you, ma'am. Thank you, miss. Thank you, miss. Okay. Thank you, miss.